നമസ്കാരം. ഇന്ന് നമ്മൾ മോൾ കോൺസെപ്റ്റ് എന്ന ഭാഗമാണ് പരിശോധിക്കുന്നത്. മോൾ എന്താണെന്ന് നമ്മൾ മുൻപ് പലതവണ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു പെയർ, 2 എണ്ണത്തിന് നമ്മൾ പറയാറുണ്ട് ഒരു പെയർ, 12 എണ്ണത്തിന് നമ്മൾ പറയാറുണ്ട് ഒരു ഡസൻ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഏറ്റവും സൂക്ഷ്മ കണങ്ങളുടെ കാര്യത്തിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മോൾ എന്നത്. അപ്പോൾ മോൾ എന്ന് നമുക്കറിയാം, 1 ഗ്രാം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ കോടിക്കണക്കിന് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ വലിയ അളവിലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളെ, സൂക്ഷ്മ കണങ്ങളെ, അതിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മോൾ. ഇനി എന്താണ് മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്കതിനെ നിർവചിക്കാൻ കഴിയും. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 1 മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ആസ് ദർ ആർ 12 ഗ്രാം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് കാർബൺ 12 ആണ്. അങ്ങനെ ആ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 ഗ്രാമിൽ എത്ര ആറ്റങ്ങളുണ്ടോ അതിനെയാണ് നമ്മൾ ഒരു മോൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1 മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് പ്രസൻറ്റ് ആസ് ദർ ആർ 12 ഗ്രാം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഒന്നുകൂടി പറയാം, വാട്ട് ഈസ് മീൻ ബൈ മോൾ? 1 മോൾ, മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് പ്രസൻറ്റ് ആസ് ദർ ആർ 12 gram of carbon 12 isotope, as there are atoms present in 12 gram of carbon 12 isotope. അതാണ് 1 മോൾ എന്ന് പറയുന്നത്. 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര ആറ്റങ്ങളുണ്ടോ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. പിന്നീട് അത് കൃത്യമായി കണക്കാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 1 മോൾ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 ആണ്. ആ വലിയൊരു അളവിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഈ അളവിനെ 6.02 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന ആ വലിയ അളവിനെ അവഗാഡ്രോ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് നമ്മൾ പറയാറുണ്ട്. അവഗാഡ്രോയിലുള്ള ഒരു ആദരസൂചകമായി അതിനെ അവഗാഡ്രോ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയാം. ഇനി 1 മോൾ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ the mass of 1 mole of atoms in gram is called molar mass. അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. the mass of 1 mole of atoms in grams is called molar mass. അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇൻഡസ്ട്രിയലായിട്ടുള്ള മേഖലയിലും വ്യാവസായിക മേഖലയിലും അഗ്രികൾച്ചറൽ മേഖലയിലും കൃഷിയുടെ മേഖലയിലും മരുന്നുകളുടെ അളവിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മോൾ കോൺസെപ്റ്റിൻ്റെ ഒരു പ്രയോജനം എന്ന് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാസ് ഓഫ് സബ്സ്റ്റൻസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഒരു പാലമാണ് മോൾ എന്ന് പറയാം. മാസ് ഓഫ് സബ്സ്റ്റൻസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും. അതേപോലെ വോള്യൂം ഓഫ് സബ്സ്റ്റൻസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഒരു പാലമാണ് മോൾ എന്ന് പറയാം. അപ്പം മോളിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, മോൾ കോൺസെപ്റ്റിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് അറിയാമെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറയാം. ഒരു സബ്സ്റ്റൻസിൻ്റെ വോള്യൂം STPയിൽ അറിയുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറയാം. ഇതാണ് മോൾ കോൺസെപ്റ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപയോഗം. അതിനെ നമുക്ക് ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയും ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് 3 തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഉദാഹരണത്തിന് H2Oൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. അപ്പോൾ 9 ഗ്രാം H2O ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 9/18 0.5 മോൾ. നമ്പർ 2, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. 3.01 ഇൻറ്റു 10⁻23 കാർബൺ ഉണ്ട് വിചാരിക്കുക, കാർബൺ ആറ്റംസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 3.01 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 0.5 മോൾ. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. ഇപ്പോൾ STPയിൽ ഓക്സിജൻ്റെ വോളിയം 11.2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 11.2 ഡിവൈഡഡ് ബൈ 22.4
ഈക്വൽ ടു 0.5. അങ്ങനെ മോൾ കോൺസെപ്റ്റിലൂടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേഴ്സൻറ്റേജ് കമ്പോസിഷനെ കുറിച്ചാണ്. പേഴ്സൻറ്റേജ് കമ്പോസിഷൻ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു അൺനോൺ കോമ്പൗണ്ട് തരികയാണ്. ഒരു അൺനോൺ കോമ്പൗണ്ട് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ്, അതിൽ ഏതെല്ലാം എലമെൻറ്റുകളുണ്ട്, ആ എലമെൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് തന്നെ നമുക്ക് തരികയാണെന്ന് വിചാരിക്കാം. ആ അറിയാവുന്ന കോമ്പൗണ്ടിൽ തന്നെ അത് പ്യുവറായുള്ള സബ്സ്റ്റൻസ് ആണോ, അതിൽ ഇമ്പ്യൂരിറ്റീസ് എത്രമാത്രമുണ്ട്, അതിൽ ഓരോ എലമെൻറ്റും അതിൻ്റെ ആ മോളിക്കുലർ ഫോർമുലയിൽ പറയുന്ന റേഷ്യോയിൽ തന്നെയാണോ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനും കണ്ടെത്താനുമായിട്ടാണ് മാസ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കമ്പോസിഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് മാസ് പേഴ്സൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത്? മാസ് പേഴ്സൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. എന്താ മാസ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്? മാസ് ഓഫ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. വാട്ടറിൻ്റെ കാര്യം ഇതിൽ മാസ് പേഴ്സൻറ്റേജ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പെർസെൻറ്റേജ് കമ്പോസിഷൻ ഓഫ് വാട്ടർ നമുക്കൊന്ന് പരിശോധിക്കാം. മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 ഗ്രാമാണ്, 18 ഗ്രാമാണ്. സോ മാസ് പെർസെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 18. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.18%. മാസ് പെർസെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 11.18%. ഇനി മാസ് പെർസെൻറ്റ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു mass of oxygen into 100 divided by molar mass of water, that is 16 into 100 divided by 18, that is equal to 88.79%. ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പരിശോധിക്കാം. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല is the whole number ratio of different atoms present in a molecule. Empirical formula gives the whole number ratio of various atoms present in the molecule. But molecular formula gives the exact number of different atoms present in the molecule. Molecular formula എന്താ തരുന്നത്? Exact number of different atoms present in the molecule. നമുക്ക് അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ്. രണ്ട് എലമെന്റുകളാണ് അതിലുള്ളത്, കാർബണും ഹൈഡ്രജനും. C6H6. അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H6 എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുലയാണ്. അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? എംപിരിക്കൽ ഫോർമുല ഈസ് ദ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ഡിഫറെന്റ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ. ഇവ തമ്മിലുള്ള കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ഹോൾ നമ്പർ റേഷ്യോ എന്താണ്? 6:6. C6H6 ആണല്ലോ, അപ്പൊ 6:6. 6:6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1. അപ്പോ ബെൻസീനിന്റെ എംപിരിക്കൽ ഫോർമുല C1H1 എന്നാണ്. കാരണം അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ആറ്റംസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:1 ആണ്. അപ്പൊ അതുകൊണ്ട് എംപിരിക്കൽ ഫോർമുല എന്താണ്? C1H1. എന്നാൽ അതിന്റെ മോളിക്കുലർ ഫോർമുലയോ C6H6. അപ്പൊ എംപിരിക്കൽ ഫോർമുല is a whole number ratio between the atoms present in the molecule. But molecular formula is the exact number of different atoms present in the molecule. അത് എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല കണ്ട് തുടർന്ന് മോളിക്കുലർ ഫോർമുല കാണുക എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്: എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molecular mass is 98.96. What are its empirical and molecular formulae? A compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molecular mass is 98.96. What are its empirical and molecular formulae? നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കാണണമെങ്കിൽ ആദ്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയെ നമ്മൾ ഇങ്ങനൊരു ടാബുലർ കോളത്തിലേക്ക് മാറ്റുകയാണ്. എന്തൊക്കെയാണ് ആ ടാബുലർ കോളത്തിലുള്ളത്? എലമെൻറ്റ്, അതിൻ്റെ പേഴ്സൻറ്റേജ്, റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, ഡിവൈഡിങ് ബൈ സ്മോളസ്റ്റ് ഫാക്ടർ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. തന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ.
അങ്ങനെ നമ്മളതിനെ രേഖപ്പെടുത്തി. അവയുടെ പേഴ്സൻറ്റേജ്, ക്വസ്റ്റ്യനിൽ തന്ന പേഴ്സൻറ്റേജ് കാർബണിൻ്റെ 24.27, ഹൈഡ്രജൻ 4.07 ആൻഡ് ക്ലോറിൻ 71.65. ഇനി അതിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാസ് പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. മാസ് പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. കാർബണിൻ്റെ പേഴ്സൻറ്റേജ് 24.27 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12. അപ്പോൾ ഒരു വാല്യൂ കിട്ടി 2.02. ദെൻ ഹൈഡ്രജൻ്റെ പേഴ്സൻറ്റേജ്, മാസ് പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് 4.07. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് ക്ലോറിൻ്റെ മാസ് പേഴ്സൻറ്റേജ് 71.65 ഡിവൈഡഡ് ബൈ അതിൻ്റെ അറ്റോമിക് മാസ് 35.5, 2.02. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. ഇനി ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 2.02. ഈ 2.02 കൊണ്ട് ഈ നമ്പറിനെ, റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 2.02 ബൈ 2.02 1, 4.07 by 2.02 2, 2.02 divided by 2.02 equal to 1. Therefore, the ratio of number of atoms carbon, hydrogen and chlorine is 1:2:1. C1H2Cl1, that is its empirical formula. So, whole number ratio of different atoms present in the molecule is the empirical formula. So, its empirical formula is C1H2Cl1. CH2Cl ആണ് അതിൻ്റെ empirical formula. അപ്പോൾ അതിൻ്റെ empirical formula മാസ് എത്രയായിരിക്കും? കാർബണിൻ്റെ empirical formula ഇതിലുള്ള മാസ് എന്താണ് എന്നുള്ളതാണ്. കാർബണിൻ്റെ മാസ്, അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, 2 ആയതുകൊണ്ട് 1 × 2 2, പ്ലസ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5. അങ്ങനെ ടോട്ടൽ എംപിരിക്കൽ ഫോർമുല മാസ് 12 + 2 + 35.5 = 49.5. ഇനി അതിൻ്റെ മോളിക്കുലർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 98.96. മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഗീവ്സ് ദ n = മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതായത് 98.96 ഡിവൈഡഡ് ബൈ 49.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2. Therefore, molecular formula equal to empirical formula into n. Molecular formula equal to empirical formula into n. CH2Cl into 2. CH2Cl into 2. That is C2H4Cl2. That is the molecular formula. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ molecular mass divided by empirical formula mass. അങ്ങനെ മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ് n. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുലയ്ക്ക് എത്തിയത് C2H4Cl2. അപ്പോൾ ഇന്ന് നമ്മൾ മോൾ കോൺസെപ്റ്റ്, മാസ് പെർസെൻറ്റേജ്, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് വിശദമായി പഠിക്കൂ. ആ പ്രോബ്ലത്തിലൂടെയൊക്കെ കടന്നു പോകൂ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ.